നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. ആദ്യം ചട്ടി ചൂടായതിന് ശേഷം 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതായാലും മതി കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് പട്ട, കരയാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കാം. ശേഷം അതിലോട്ട് മീഡിയം ടൈപ്പ് 2 സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ശേഷം ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. സവാള ചെറുതായി വാടിയതിന് ശേഷം അതിലോട്ട് ക്യാരറ്റ്, തക്കാളി, പുതിന, മല്ലിയില 1 സ്പൂൺ മസാലപ്പൊടി ചേർക്കാം. അതെല്ലാം കൂടി ഇളക്കിയിട്ട് യോജിപ്പിക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് മൂടി വയ്ക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒന്ന് യോജിപ്പിക്കാം. ആവശ്യമുള്ളവർക്ക് തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലോട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ഇതിൽ റൈസാണ് ഇടുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഇപ്പോൾ ഒരു 7.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 ഗ്ലാസ് അരിക്ക് 7.5 ഗ്ലാസ് വെള്ളം എന്ന രൂപത്തിൽ ഒഴിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ റൈസ് വേവിച്ചിട്ടാണ് ഇതിലിടുന്നത്. അതൊരു 3/4 വേവ് അരിക്ക്. ഓക്കെ, ഇത് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റൈസ് നമ്മൾ വേവിക്കുമ്പോൾ ഒരു 3/4 വേവേ പാടുള്ളൂ. വെള്ളം ഒഴിച്ചതിന് ശേഷം മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിടണേ. ഇപ്പം 5 മിനിറ്റ് ആയ ഞാൻ ഇതിന് തുറക്കുവാണേ. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടേ. കുറച്ച് മല്ലിയില നമുക്കിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അഭിപ്രായം പറയാവുന്നതാണ്.